ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയേനെ കേട്ടോ. ഞാൻ പുറത്ത് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന സിങ്കിനെടുത്തിട്ട് വന്ന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നല്ല കഞ്ഞി വെച്ച പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. എൻ്റെ പൊന്നെ വന്നങ്ങ് വെക്കുകയും അതിനകത്തുനിന്ന് പെട്ടെന്ന് എന്തൊരു സാധനം ഒന്ന് മിന്നായും പോലെ മാറണ കണ്ട്. പക്ഷെ ഇന്ന സംഭവം ശ്രദ്ധിച്ചില്ല. വേഗം തന്നെ ഞാൻ ആ പാത്രം എടുത്ത് മേളിലോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ഭയങ്കര ശൗര്യമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക കറുത്ത സാധനം. രണ്ട് കൊമ്പൊക്കെ ഇങ്ങനെ വാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് രണ്ട് കൊമ്പും ഇങ്ങനെ ഉടർത്തി വെച്ച് നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം. അതിൻ്റെ ഒരു കൊത്ത് കിട്ടിയാൽ തീർന്നു. തമാശ പറയുന്നതല്ല. ഇത് കൊത്തി അല്ലെങ്കിൽ കടിച്ചു ചത്തെന്നൊക്കെ നമ്മൾ മരിച്ചു കൊന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഒരാൾ ഉണ്ടോ അവന് വേറെ എങ്ങും നടക്കാൻ സ്ഥലമല്ല. അവൻ പോണ പോക്കോണ്ടോ. എവിടെ പോടാ? എന്നെ കോക്കിരിയാണെങ്കിൽ എന്നല്ല പറഞ്ഞ. എവിടെ പോ നീ? അതിൻ്റെ മേളിൽ എന്നടാ? അത് പോട്ടെ, നമ്മളെ കാര്യത്തിലേക്ക് വരാം നമുക്ക്. ഈ ഇരിക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ ഒരു കൊത്ത് കിട്ടിയ തീർന്നില്ലേ മക്കളെ. ഇത് നിൽക്കണുണ്ടോ? കണ്ടോ? അയ്യോ, അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് കണ്ടോ കൊത്താൻ പാകത്തിന് നല്ല വലിപ്പമുണ്ട്. കണ്ടോ, നല്ല വലിപ്പമുള്ള സാധനം. എന്തായാലും ഞാനിതിനെ കൊല്ലാൻ പോവാം. അയ്യോ, മോനെ കാണിക്കാൻ പറ്റത്തില്ല. മോനെ കാണിച്ചാലേ അത് കയറി വരും. ഞാൻ അതിനൊന്നോ എങ്ങനെ ഇതിനകത്തിട്ട് കൊല്ലും എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഈ വാക്കത്തി കൊണ്ടൊരു മുട്ട് വെച്ചെത്തി കൊടുക്കാം. അതതിൻ്റെ ഉള്ളിച്ച് കയറി വാടാ, കയറി വാടാ, കയറി വാടാ. കണ്ടോ, ഇത് നമുക്ക് അവനെ കണ്ടോ. അതിൻ്റെ ഇത് കണ്ടോ, ദേഷ്യം കണ്ടോ ഇത്. അയ്യോ, നമുക്ക് അതിനടുത്ത് മുറ്റത്തേക്ക് ഇടാം കേട്ടോ. മുറ്റത്തേക്കിടാം. എന്തായാലും അതിന് നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മുറ്റത്ത് കൊണ്ട് ഈ കല്ലിലകത്തേക്കിട്ടുണ്ട്. അതിന് കൊന്നേക്കാം നമുക്കതിന്. ആരെയും കടിച്ച് നീ കൊത്തി ആർക്കും ഒരു അപകടവും വരരുത്. രാവിലെ കാര്യം ചെയ്യുന്നത് വലിയൊരു പാതകമാണ്. എന്നാലും സാരമില്ല. അപ്പോൾ അവൻ്റെ കഥ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ രാവിലെ തന്നെ കർത്താവ് വലിയൊരു ഇതിൽ നിന്ന് രക്ഷിച്ചു.